പഞ്ചാബിലെ അമൃത്സർ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ലഹരി ഉപയോഗിക്കുന്ന സ്ഥലമായി ഇന്ത്യയിൽ കണ്ടെത്തിയിട്ടുള്ളത് കൊച്ചിയാണ്. പിടിച്ചപ്പോഴുള്ള സ്ഥിതി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പിടിച്ചവരിൽ ഇവിടുത്തവരുണ്ട്, പുറമേ ഉള്ളവരും. അപ്പം ഇതൊക്കെ ശരിക്കും മയക്കുമരുന്ന് നമ്മളുടെ കൊച്ചിയിൽ അത്രയും കണ്ടും കൂടിയിരിക്കുന്നു എന്നുള്ളതിന് വലിയ തെളിവുകളാണ്. അങ്ങനെ ആവശ്യക്കാരുള്ളത് കൊണ്ട് തന്നെ വിതരണക്കാരും ഉണ്ട് കൊച്ചിയിൽ. അപ്പോൾ ആ കേസുകളിൽ ഒരു 70% കൂടുതൽ പ്രതികൾ 20 വയസ്സ് താഴെയുള്ള ആൾക്കാരാണ്. ഭരണകൂടം ഉണർന്ന് പ്രവർത്തിക്കേണ്ടിയിരിക്കുന്നു. നൈറ്റ് പെട്രോളിംഗ് ശക്തമാക്കേണ്ടിയിരിക്കുന്നു. പല കുട്ടികളും അവർ ഇപ്രകാരം കാരിയറാണ്, ഹോൾസെയിൽ ഡീലറാണ്. സമൂഹം ഒന്നാകെ ഏറ്റെടുക്കാതെ പോലീസിനെ മാത്രം നമ്മൾ ആശ്രയിച്ചുകൊണ്ട്, എക്സൈസിനെ മാത്രം ആശ്രയിച്ചുകൊണ്ട് ഈ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയില്ല. അതുകൊണ്ട് നമ്മളെല്ലാം സ്വയം പോലീസായി മാറുക എന്ന് പറയുന്ന ഒരു സംവിധാനവും കൂടി ഇതിൽ പ്രധാനമാണ്. ചാനൽ ഇതിനിറങ്ങിയ ഞാൻ നിങ്ങളെ അഭിനന്ദിക്കണം. കാരണം ഇതിപ്പോൾ വലിയൊരു നിങ്ങളിപ്പോൾ ഈ കാലഘട്ടം അനുസരിച്ച് ഏറ്റെടുക്കേണ്ട ഒരു വളരെ ഒരു കടമയാണ്. നെടുമ്പാശ്ശേരിയിൽ വൻ ലഹരി മരുന്ന് വേട്ട. സ്കൂൾ കോളേജ് വിദ്യാർത്ഥികളെ കേന്ദ്രീകരിച്ച് ലഹരി വിൽപ്പന നടത്തുന്നവരാണ് പിടിയിലായതെന്ന് പോലീസ് പറഞ്ഞു. 30 കിലോ ലഹരി മരുന്നുമായി പാലക്കാട് സ്വദേശി പിടിയിലായി. സിവിൽ പോലീസ് ഓഫീസർ എക്സൈസ് ആണ് പിടികൂടിയത്. മെത്വാക്കൊലോൺ എന്ന ലഹരി മരുന്നാണെന്നാണ് സംശയം. ക്രൂര കൊലപാതകത്തിന് പിന്നിൽ ലഹരി ഇടപാട് സംബന്ധിച്ച തർക്കമെന്നാണ് ഏറ്റവും ഒടുവിൽ പുറത്തുവരുന്ന വിവരം. കൊച്ചി പഴയ കൊച്ചിയല്ല. ലഹരി വ്യാപനത്തിന്റെ കാര്യത്തിൽ ഈ ഡയലോഗ് കൊച്ചിയെ സംബന്ധിച്ചിടത്തോളം അക്ഷരാർത്ഥത്തിൽ ശരിയാണ്. കേരളത്തിന്റെ അതിർത്തി മേഖലകൾ വഴി കടന്നെത്തുന്ന മാരകമായ രാസ ലഹരികളുടെ വിപണനത്തിന്റെയും ഉപഭോഗത്തിന്റെയും പ്രധാന ഹബ്ബായി ഇന്ന് കൊച്ചി മാറിയിരിക്കുന്നു. അറബിക്കടലിന്റെ റാണിയായ കൊച്ചി എങ്ങനെയാണ് ലഹരി മാഫിയയുടെ റാണിയായി മാറിയത്? നമുക്ക് അന്വേഷിക്കാം. ഷെക്കീന ന്യൂസ് ഒരുക്കുന്ന ഈ പ്രത്യേക പ്രോഗ്രാമിലൂടെ ലഹരി മാഫിയയുടെ സ്വന്തം കേരളം. ലഹരി ഇടപാടുകളുടെയും ക്രിമിനൽ കുറ്റകൃത്യങ്ങളുടെയും ഹബ്ബായി മാറിക്കഴിഞ്ഞു കൊച്ചി. കഞ്ചാവിനും ഹാഷിഷ് ഓയിലിനും പുറമെ MDMA, LSD പോലുള്ള മാരകമായ സിന്തറ്റിക് ലഹരി പദാർത്ഥങ്ങളുടെ വിപണനവും ഉപഭോഗവും നഗരത്തിൽ നിർബോധം നടക്കുന്നു. മെട്രോ നഗരമായി വളരുന്ന കൊച്ചി ക്രിമിനൽ കൊച്ചിയായി മാറുകയാണോ? 2022 ഓഗസ്റ്റ് വരെയുള്ള കണക്കുകൾ പ്രകാരം 1200 NDPS കേസുകളാണ് പോലീസ് കൊച്ചിയിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. കഴിഞ്ഞ വർഷം ആകെ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് 910 NDPS കേസുകൾ. ലഹരി ഇടപാടുകളുമായി ബന്ധപ്പെട്ട് 30% വർധനവാണ് 2022 ഓഗസ്റ്റ് വരെയുള്ള കണക്കുകൾ സൂചിപ്പിക്കുന്നത്. കൊച്ചിയിലൂടെ ലഹരി പടർന്ന് ഒഴുകുകയാണ്. രാജ്യാന്തര ലഹരി മാഫിയകൾ പോലും കൊച്ചി കേന്ദ്രമായി പ്രവർത്തിക്കുന്നു. നഗരത്തിലെത്തുന്ന 10-ലൊരാൾ ലഹരി മാഫിയയുടെ ആളോ ലഹരി ഉപയോഗിക്കുന്നവരോ ആണെന്ന നിലയിലാണ് കൊച്ചിയിൽ കാര്യങ്ങൾ. സൗത്ത് ASPയുടെ കീഴിലുള്ള സ്റ്റേഷനുകളിൽ മാത്രം ഒരു മാസത്തിനിടെ രജിസ്റ്റർ ചെയ്തത് 137 ലഹരി കേസുകളാണ്. നഗരത്തിൽ ഒരു NDPS കേസെങ്കിലും രജിസ്റ്റർ ചെയ്യപ്പെടാത്ത ഒരു ദിവസം പോലുമില്ല. ഫ്ളാറ്റുകളും ഹോട്ടലുകളും കേന്ദ്രീകരിച്ചുള്ള ലഹരി ഉപയോഗവും പാർട്ടികളും പതിവ് സംഭവങ്ങളായിട്ട് കാലങ്ങളായി. 2.5 കോടി രൂപയുടെ രാസലഹരി കഴിഞ്ഞ 6 മാസത്തിനിടെ ബാംഗ്ലൂർ കേന്ദ്രമായി പ്രവർത്തിക്കുന്ന നൈജീരിയൻ പൗരൻ ഉൾപ്പെട്ട സംഘം കൊച്ചിയിലേക്ക് കടത്തിയ രാസലഹരിയുടെ കണക്കാണിത്. ഏകദേശം 4.5 കിലോഗ്രാം MDMA ഈ ചെറു സംഘം മാത്രം കഴിഞ്ഞ 6 മാസത്തിനിടെ കൊച്ചി നഗരത്തിലേക്ക് എത്തിച്ച് കൊച്ചി നഗരത്തിലെ യുവാക്കളുടെയും വിദ്യാർത്ഥികളുടെയും ഒക്കെ സിരകളിലേക്ക് ലഹരി ഭീകരതയുടെ രാസലഹരി ആഴ്ന്നിറക്കിയത്. ഈ വർഷം മാത്രം എക്സൈസ് പിടിച്ച MDMA കണക്ക് 5 കിലോഗ്രാം വരും. കൊച്ചി വളരുകയാണ്, ഒപ്പം ലഹരി മാഫിയയുടെ നീരാളി കൈകളും. കൊച്ചി സ്വാഭാവികമായും ലഹരി ഉപയോഗത്തിൻ്റെ കാര്യത്തിൽ കേരളത്തിലെ മറ്റ് നഗരങ്ങളെ താരതമ്യം ചെയ്യുമ്പോൾ കുറച്ച് ഉയർന്ന തോതിലായിരിക്കും. അതിന് സ്വാഭാവികമായ കാരണങ്ങളുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കൊച്ചി ഒരു വ്യാവസായിക നഗരമാണ്, ഒരു കോസ്മോപൊളിറ്റൻ നഗരമാണ്. അതുകൊണ്ട് എല്ലാ നിലയിലുമുള്ള സ്വാധീനങ്ങൾ എളുപ്പം വരുന്നൊരു സ്ഥലമാണ്. കടലിൻ്റെ സാമീപ്യം,
നമ്മുടെ തുറമുഖത്തിൻ്റെ സാമീപ്യം, എയർപോർട്ടിൻ്റെ സാമീപ്യം, ഇതെല്ലാം സ്വാഭാവികമായും നമ്മളെ ഈ കാര്യത്തിൽ കൂടുതൽ വൾണറബിളാക്കും. രണ്ടാമത്തെ കാര്യം, കൊച്ചി പലപ്പോഴും ഈ തിരുവനന്തപുരമോ അല്ലെങ്കിൽ കോഴിക്കോടോ ഒന്നുമായി താരതമ്യം ചെയ്യാനേ കഴിയില്ല, അറിയാലോ. അതിപ്പോൾ പാർട്ടിയിങ്ങിൻ്റെ കാര്യത്തിൽ, ഫ്രീ മെൻറ്റാലിറ്റിയുടെ കാര്യത്തിലെല്ലാം കൊച്ചി കുറേ കൂടി അങ്ങനത്തെ ഉള്ള സാധ്യതകൾക്ക് ഉള്ള നഗരമാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും അങ്ങനെയുള്ള ഒരു പശ്ചാത്തലത്തിൽ ഇത് വർദ്ധിക്കാനുള്ള എല്ലാ സാഹചര്യങ്ങളും ഉണ്ട്. നമ്മുടെ ഓവർബ്രിഡ്ജിൻ്റെ അടിയിലൊക്കെ തന്നെ ഭയാനകമായ സുവിശേഷ ഒരുപാട് സംസ്ഥാനങ്ങളിൽ വന്നു ചേർന്നിട്ട് തിരിച്ചു പോകാൻ പറ്റാത്ത ആളുകളുണ്ട്. പലതരം സ്വഭാവക്കാരുണ്ട്. പിച്ചക്കാർ മുതൽ ക്രിമിനൽ ടെൻഡൻസിയുള്ള ഒരുപാട് ആളുകൾ വന്നു ചേരുന്നുണ്ട്. ഇവർക്കെല്ലാം തന്നെ ലഹരി ഉപയോഗിക്കുന്ന ഒരു പ്രകൃതക്കാരാണ് ഭൂരിപക്ഷം പേരും. ഏതെല്ലാം തരത്തിൽ മാഫിയ വരുന്നു നമുക്ക് കണ്ടെത്താൻ പറ്റില്ല. പോലീസിൻ്റെ ഊർജ്ജിതമായ ഇടപെടലൊക്കെ ഉണ്ട്, ഇല്ലെന്ന് നമ്മൾ പറയുന്നില്ല. കുറച്ചും കൂടി ശക്തമായ ഇടപെടൽ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കതിനെ നേരിടാൻ പറ്റുള്ളൂ. പിന്നെ രാത്രി തുറന്നു വെച്ചിരിക്കുന്ന കടകളും കൊച്ചിയുടെ ഒരു പ്രത്യേകതയാണ്. കാരണം രാത്രി പക്ഷെ അത് 12 മണിക്ക് ശേഷം പാടില്ല എന്നുള്ള നിബന്ധനയൊക്കെ വരുന്നു എന്നാണ് കേട്ടിട്ടുള്ളത്. അങ്ങനെ വന്നു കഴിയുമ്പോൾ ഈ പോലീസിനെ കണ്ടു കഴിയുമ്പോൾ കടയുടെ അടുത്ത് വന്നിരുന്ന് അവർക്ക് രക്ഷപ്പെടാൻ കഴിയും. അതാണ് ഒരു കുഴപ്പം. രാത്രിയുള്ള കച്ചവടങ്ങളും കാര്യങ്ങളൊക്കെ സൂക്ഷ്മമായി നിരീക്ഷിക്കേണ്ടതും അല്ലെങ്കിൽ ഒഴിവാക്കേണ്ടതുമാണ്. ആ കാര്യത്തിൽ തർക്കമൊന്നുമില്ല. കൊച്ചി മേഖലയിൽ മയക്കുമരുന്നിൻ്റെ ഉപയോഗം വളരെ കൂടുതലാണ്. ഈ കോവിഡിൻ്റെ ലോക്ക്ഡൗണിന് ശേഷം സിന്തറ്റിക് ഡ്രഗ്സിൻ്റെ ഉപയോഗം കൂടിയെന്ന് തന്നെ പൊതുവെ പറയാൻ കഴിയും. കാരണം നമ്മളെടുക്കുന്ന കേസുകളിൽ MDMAയും സിന്തറ്റിക് ഡ്രഗായ LSD സ്റ്റാമ്പ് വളരെ ഗൗരവമുള്ളൊരു മയക്കുമരുന്നാണ്. അത്തരം കേസുകൾ ഈ കൊച്ചി മേഖലയിൽ നമ്മൾ കൂടുതലായിട്ട് ഈ കോവിഡിന് ശേഷം കണ്ടെടുക്കുന്നുണ്ട്. ഈ ഫോർട്ട് കൊച്ചി മട്ടാഞ്ചേരി പ്രദേശങ്ങളിൽ ഒരുപാട് പേര് മറ്റു പ്രദേശങ്ങളിൽ നിന്ന് വരുന്നവരുണ്ട്. അങ്ങനെ വരുന്നവർ ഇത് ഉപയോഗമുണ്ട്, വിൽപ്പനയുണ്ട്. അപ്പോൾ അതാണ് ഇവിടെ അധികമായി കാണാൻ കഴിയുന്നത്. ഇപ്പോൾ കഴിഞ്ഞിടക്ക് നമ്മുടെ കൊച്ചിയിലെ പോലീസ് നന്നായി ഇടപെട്ട് കഴിഞ്ഞപ്പോൾ ഒരുപാട് പേരെ ഇതുമായി ബന്ധപ്പെട്ടവരൊക്കെ പിടിച്ചു. അസിസ്റ്റന്റ് കമ്മീഷണർ ഉൾപ്പെടെയുള്ള മട്ടാഞ്ചേരി പിടിച്ചപ്പോഴുള്ള സ്ഥിതി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പിടിച്ചവരിൽ ഇവിടുത്തവരുണ്ട്, പുറമേ ഉള്ളവരുണ്ട്. വളരെ കാലം ഈ കൊച്ചിയുടെ ജനപ്രതിനിധിയായിട്ട്, എറണാകുളത്തിന് ജനപ്രതിനിധിയായിട്ട് പ്രവർത്തിച്ചിട്ടുണ്ട്. കൊച്ചിയുടെ എറണാകുളത്തിന് പൾസ് അങ്ങേക്ക് കൃത്യമായിട്ടറിയാം. ഈ ലഹരി വ്യാപനവുമായി ബന്ധപ്പെട്ട് ഈ കൊച്ചി പഴയ കൊച്ചി തന്നെയാണോ? തീർച്ചയായിട്ടും അല്ല എന്നെല്ലാവർക്കും അറിയാം. ഇന്ന് ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ ലഹരി, പ്രത്യേകിച്ച് ഈ കെമിക്കൽ ലഹരികൾ ഉപയോഗിക്കുന്ന ഒരു നഗരമായി കൊച്ചി മാറിയിട്ടുണ്ട്. ഈ മാറ്റത്തെ വളരെ വേദനിക്കുന്നതോടുകൂടി കാണുന്നത്. ഞാൻ എൻ്റെ ഓർമ്മയിലേക്ക് പഴയ കാലത്തേക്ക് പോകുമ്പോൾ ഒരു 75 വർഷങ്ങൾക്ക് മുമ്പ് എൻ്റെ ചെറുപ്പകാലം, അന്ന് ഏറ്റവും വലിയ ലഹരി എന്ന് പറയുന്നത് കള്ളാണ്, ഇല്ലെങ്കിൽ ചാരായമാണ്. ചിലപ്പോൾ നമ്മുടെയൊക്കെ നാട്ടിലൊക്കെ ചാരായം ഉണ്ടാക്കാറുണ്ട്. അത് ഈ പൂവമ്പഴവും അതുപോലെയുള്ള പഴങ്ങളിൽ നിന്നുണ്ടാക്കി. പക്ഷെ എന്നാൽ അതിനെപ്പോലും അന്ന് ആളുടെ എതിർത്തിരുന്നു ശക്തമായി. കള്ളുകൂടിയനാണെന്നൊക്കെ പറയുന്ന ആൾ അതിൽ നിന്നൊരു മാറി നമ്മൾ മറ്റൊരു ലോകത്തിലേക്ക് പോയിരിക്കുകയാണ്. അതുകൊണ്ട് എനിക്ക് തോന്നുന്നത് കുടുംബത്തിലാണ് കാര്യങ്ങൾ നമ്മൾ നിയന്ത്രിക്കേണ്ടത്. വേറെ ആർക്കും ചെയ്യാൻ കഴിയില്ല. അപ്പോൾ ആ ലഹരിയോടൊപ്പം തന്നെ നമ്മുടെ ഈ ടാബുകൾ വന്നു കഴിഞ്ഞു, മൊബൈലുകൾ വന്നു. അതിലൂടെ ജനങ്ങളെ, പ്രത്യേകിച്ച് പ്രായം കഴിഞ്ഞ കുട്ടികളെയൊക്കെ ഇന്ന് സെക്സിൻ്റെ ഒരു ലോകത്തേക്ക് പോകും. സെക്സും മയക്കുമരുന്നും കൂടിയാണ് ഇപ്പോൾ ഒന്നിച്ച് പോകുന്നത്. DJ പാർട്ടികളിലൂടെ നടക്കുന്നു. അപ്പോൾ ഇതിലെല്ലാം ഒത്തിരി ഒത്താശകളുണ്ട്, ചെറിയ ഒത്താശകളില്ല. അതിനെ എതിർക്കണമെങ്കിൽ സമൂഹത്തിലാണ് മാറ്റം വേണ്ടത്. വേറെ നമ്മുടെ ഒരു കാലത്ത് ചാരായത്തിനെതിരായൊക്കെ ജനശബ്ദം, അതിൽ നിന്നൊക്കെ അത്രയും രൂക്ഷമായ ഒരു കാലഘട്ടത്തിലേക്ക് മാറിയിരിക്കുന്നു. ഒരു 7 മണി 8 മണിയുള്ള സമയങ്ങളിൽ കുട്ടികൾ ഈ ഒരു അഡൽട്ട് ഏജ്, ഒരു 25 വയസ്സുള്ളവരുടെ ആ ബൈക്കൊക്കെ പോകുന്നതും ബസ്സിൽ ആലുവ മട്ടാഞ്ചേരി റൂട്ടിൽ ഓടുന്ന ബസ്സുകളുടെയൊക്കെ അതിവേഗത എന്ന് പറഞ്ഞാൽ നമ്മൾ വിചാരിക്കും നമ്മളിപ്പം മരിക്കും, അത്ര സ്പീഡിലാണ് പോകുന്നത്. അപ്പം ശരിക്കും ഒരു ലഹരി ഉപയോഗിക്കാത്ത വ്യക്തിക്ക് അല്ലെങ്കിൽ വേറെ ഒരു സാധാരണ നല്ല ബോധമുള്ള ഒരാൾക്ക് ഓടിക്കാൻ പറ്റുന്ന രീതിയിലല്ല. ഇപ്പം എക്സൈസുകാർ തന്നെ പറയുകയാണ്, അവർക്ക് അവൈലബിലിറ്റി ഭയങ്കര കുറവാണ്. എക്സൈസ് ഓഫീസേഴ്സ് അവരിങ്ങനെ പോകുമ്പോഴും വൈകുന്നേര സമയങ്ങളിൽ ഉണ്ടാകുന്ന ഈ ലഹരി ഉപയോഗിച്ചവർ ബൈക്ക് യാത്ര ചെയ്യുമ്പോൾ അവർക്ക് കൺട്രോൾ ചെയ്യാനോ അവരെ പിടിക്കാനോ പറ്റുന്നില്ല. അപ്പം ഇതൊക്കെ ശരിക്കും മയക്കുമരുന്ന് നമ്മളുടെ കൊച്ചിയിൽ അത്രയും കണ്ടും കൂടിയിരിക്കുന്നു എന്നുള്ളതിന് വലിയ തെളിവുകളാണ്. കൊച്ചി പ്രധാനമായിട്ടൊരു ടൂറിസം മേഖലയാണ്. അപ്പോൾ ടൂറിസം ഇവിടുത്തെ റവന്യൂ ആണ് പ്രധാനമായിട്ട്. ഒത്തിരിയേറെ ഹോട്ടൽസ് ഉണ്ട് കൊച്ചിയിൽ, ഹോം സ്റ്റേകളുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഇവിടെ ബീച്ച് ആസ്വദിക്കാൻ വരുന്നവരും ഇവിടുത്തെ ഹെറിറ്റേജ് ആസ്വദിക്കാൻ വരുന്നവരൊക്കെ അവർക്ക് വെക്കേഷനോടൊപ്പം ആ ഒരു എൻജോയ്മെൻ്റ് കൂടി ഇതിൻ്റെ ഭാഗമായിട്ട് മാറുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ആവശ്യക്കാരുള്ളത് കൊണ്ട് തന്നെ വിതരണക്കാരും ഉണ്ട് കൊച്ചിയിൽ.
രാത്രികാലങ്ങളിൽ കൊച്ചിയുടെ തെരുവുകൾ ലഹരി മാഫിയ കീഴടക്കുകയാണോ? കൊച്ചി നഗരത്തിന്റെ പല ഭാഗങ്ങളിലും അർദ്ധരാത്രി കഴിഞ്ഞ് സാധാരണ ജനങ്ങൾക്ക് ഇറങ്ങി നടക്കുവാൻ കഴിയാത്ത വിധത്തിൽ ലഹരി സംഘങ്ങളും മറ്റു ഗൂഢശക്തികളും നടമാടുന്ന നിരവധി കാഴ്ചകളാണ്, നിരവധി സംഭവങ്ങളാണ് ഈ അടുത്ത നാളുകളിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഭരണകൂടം ഉണർന്ന് പ്രവർത്തിക്കേണ്ടിയിരിക്കുന്നു. നൈറ്റ് പെട്രോളിംഗ് ശക്തമാക്കേണ്ടിയിരിക്കുന്നു. രാത്രികാലങ്ങളിലെ കൊച്ചിയുടെ തെരുവുകൾ സുരക്ഷിതമാക്കാൻ ഇച്ഛാശക്തിയോടെ ഭരണകൂടം ഉണർന്ന് പ്രവർത്തിക്കേണ്ടിയിരിക്കുന്നു എന്നതിന്റെ നിരവധി ഉദാഹരണങ്ങളും ആശങ്കയുണർത്തുന്ന നിരവധി സംഭവങ്ങളുമാണ് ദിനംപ്രതി കൊച്ചിയിൽ നിന്നും റിപ്പോർട്ട് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. സംസ്ഥാനത്ത് മറ്റൊരിടത്തും ഇല്ലാത്ത വിധത്തിൽ അരക്ഷിതാവസ്ഥയിലേക്ക് കൊച്ചിയിലെ നഗരരാത്രികൾ മാറുകയാണ്. നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ 2021 സമഗ്ര വിവരശേഖരണ കണക്ക് പ്രകാരം ഏറ്റവും അധികം കുറ്റകൃത്യങ്ങൾ നടക്കുന്ന രാജ്യത്തെ 3ാമത്തെ നഗരമാണ് കൊച്ചി. കൊച്ചി തന്നെ നമുക്ക് ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയം, രാജീവ് ഗാന്ധി സ്റ്റേഡിയം പോലുള്ള പ്രദേശങ്ങൾ, അത് അവിടെ പ്രോഗ്രാം നടക്കുമ്പോൾ സജീവമാണെങ്കിലും പ്രോഗ്രാം ഇല്ലാത്ത സമയത്ത് വലിയ ഏരിയയാണ്. ആ ഏരിയയിലൊക്കെ വൈകുന്നേരങ്ങളിൽ 6 മുതൽ നമുക്ക് ഈ ലഹരി മാഫിയ വന്നു ചേരുന്നു. ആർക്കും അവരോട് ചെന്ന് ഏറ്റുമുട്ടാനുള്ള ധൈര്യമില്ല. പ്രത്യേകിച്ചും പോലീസിനോട് തന്നെയാണെങ്കിലും ലഹരി കഴിച്ച സമയത്ത് അവൻ്റെ പെരുമാറ്റം നമ്മളിപ്പോൾ സ്റ്റേഷനിൽ കണ്ടിട്ടുണ്ടാവും. എന്നെ ഇതിനു മുമ്പ് അറസ്റ്റ് ചെയ്ത ആളിന്ന് ഭൂമിയിലില്ല, നിന്നെ ഞാൻ പുറത്തിറങ്ങി തട്ടും എന്ന് ഭയങ്കര ആത്മധൈര്യത്തോടെ പറയാണ്. ലഹരി ഇറങ്ങിക്കഴിഞ്ഞ ശേഷം അവൻ വലിയ ശാന്തനും കരച്ചിലൊക്കെയാണ്. പക്ഷേ അത്തരമുള്ള ലഹരി കഴിച്ചു കഴിയുമ്പോൾ ഒരു 50 ആളുടെ മാൻ പവറിലേക്ക് അവൻ പതുക്കെ മാറുകയാണ്. അപ്പോൾ പോലീസ് പോലും ആ സന്ദർഭത്തിൽ ഏറ്റുമുട്ടുന്നില്ല. അതുകൊണ്ട് തന്നെ ആ പ്രദേശത്തൊക്കെ സംഘം ചേർന്ന് ആളുകൾ ലഹരി ഉപയോഗിക്കുമ്പോൾ നമുക്ക് ചെന്ന് അവിടുന്ന് എഴുന്നേറ്റ് പോകാൻ പറയാനൊക്കെ ഒരു ധൈര്യക്കുറവ് ജനത്തിനുണ്ട്. ഈ ലഹരി ഉപയോഗിച്ച സ്ഥിതിയിലുള്ള ആ രംഗങ്ങൾ തുടർന്ന് അവിടെ ഉണ്ടാകുന്ന അടിപിടിയെ തുടർന്നൊക്കെയാണ് ഇപ്പോൾ 7-8 കൊലപാതകങ്ങൾ കൊച്ചിയിൽ നടന്നത്. അപ്പോൾ ഈ കഴിഞ്ഞ ദിവസം പുറത്തു വന്നതനുസരിച്ച് ഇന്ത്യയിൽ തന്നെ ഏറ്റവും ഭയാനകമായി ക്രിമിനൽ ജില്ലയായിട്ട് എറണാകുളം മാറിക്കൊണ്ടിരിക്കുന്നു എന്നാണ് സ്ഥിതിവിവര കണക്കുകൾ നമ്മളോട് പറയുന്നത്. കല്ലൂർ സ്റ്റേഡിയം കേന്ദ്രീകരിച്ച് മയക്കുമരുന്ന് ഇടപാടുകൾ വ്യാപകമായി നടക്കുന്നുണ്ട്. ജൂലൈ 20 കല്ലൂർ സ്റ്റേഡിയം ലിങ്ക് റോഡിൽ നിന്നും MDMAയുമായി പിടികൂടിയ ഹാറൂൺ സുൽത്താനിൽ നിന്നും നീണ്ട അന്വേഷണം ബംഗളൂരു മയക്കുമരുന്ന് മാഫിയയിലേക്കും കാന നൈജീരിയൻ സ്വദേശികളുടെ അറസ്റ്റിലേക്കും നയിച്ചിരുന്നു. 44 ദിവസത്തിനിടെ 7ഓളം കൊലപാതകങ്ങളാണ് ഈ അടുത്ത നാളുകളിൽ കൊച്ചി നഗരത്തിൽ അരങ്ങേറിയത്. പല കൊലപാതകങ്ങളുടെയും പിന്നിൽ ലഹരി മരുന്നുകളുടെ സ്വാധീനം പോലീസിന് കണ്ടെത്താനായിട്ടുണ്ട്. പ്രധാനമായും പോലീസ് എല്ലാ റെസിഡൻസ് അസോസിയേഷനെയും വളരെ ശക്തമാക്കുന്നുണ്ട്. അവരുടെ ഇടപെടലുണ്ട്. അവരുടെ പരിധിക്കരിയിൽ ആരൊക്കെ താമസിക്കുന്നു എന്ന് കണ്ടെത്തേണ്ടത് അവർക്ക് പരിമിതിയുണ്ട്. ഫ്ലാറ്റുകളിലൊക്കെ ആകുമ്പോൾ, വീടുകളാണെങ്കിൽ നമുക്ക് ആരാ എന്താണെന്നൊക്കെ ചോദിക്കാം. ഫ്ലാറ്റുകളിലാണെങ്കിൽ ആ ഫ്ലാറ്റ് ഉടമയ്ക്ക് മാത്രമേ അറിയാൻ പറ്റുള്ളൂ ആരാ താമസിക്കുന്നതിൻ്റെ അഡ്രസ്സും മറ്റു കാര്യങ്ങളും. ഇപ്പോൾ കൊച്ചിയിലാണെങ്കിൽ ഒരുപാട് കാര്യത്തിന് വന്ന് താമസിക്കുന്നവരും കച്ചവടക്കാർ, വിൽപ്പനക്കാർ, അങ്ങനെ പല ആവശ്യങ്ങൾക്ക് വന്ന് താമസിക്കുന്നുണ്ട്. പലരും ഉള്ളേരിയയിലുള്ള വലിയ ഫ്ലാറ്റുകൾ, ഒരു ഫ്ലാറ്റിൽ തന്നെ 60-70 കുടുംബങ്ങളുണ്ട്. അതിനകത്ത് നിന്ന് ഒരാൾ ഒഴിഞ്ഞുപോയി, ഒരാൾ അവിടെ കയറി വരുന്നു. അവിടെ എന്താ ബിസിനസ് നടക്കണമെന്ന് നമുക്ക് കണ്ടെത്താനുള്ള പരിമിതിയുണ്ട്. അതൊക്കെ മുതലാക്കിയിട്ടാണ് ഇത്തരത്തിൽ ലഹരി മാഫിയ ഒരുപക്ഷെ എടുക്കുന്ന ആളായിരിക്കില്ല അവിടെ താമസിക്കുന്നത്. എടുക്കുന്നത് ഒരു ഫാമിലി ആയിരിക്കും. അത് അവർ മറ്റേ ആൾക്ക് വേണ്ടി മറച്ചു കൊടുക്കുകയായിരിക്കും. ഉടമസ്ഥൻ ചിലപ്പോൾ എപ്പോഴും വന്ന് നോക്കുന്നുണ്ടാവില്ല. കീ കിട്ടിക്കഴിഞ്ഞാൽ അതിനകത്ത് കയറാം. ആ തരത്തിൽ ആ ലഹരിയുടെ ബിസിനസ്സുമായി മുന്നോട്ട് പോകാം. പക്ഷേ എന്തെങ്കിലും അറിവ് കിട്ടിയ ഫ്ലാറ്റിൽ പോലീസ് കയറുന്നുമുണ്ട്. ആ കാര്യത്തിൽ തർക്കമൊന്നുമില്ല. ഇന്ന് രാത്രി കാലങ്ങളിൽ അല്ലെങ്കിൽ രാവിലെ പകൽ സമയങ്ങളിൽ നമുക്ക് പുറത്തിറങ്ങി നടക്കാൻ പറ്റാത്ത ഒരു സ്ഥിതിയിലേക്ക് നമ്മുടെ നഗരം വന്നെത്തിച്ചേർന്നിരിക്കുന്നു. ഇവിടെ ഫ്ലോട്ടിംഗ് ടൂറിസ്റ്റുകളും ആളുകളുമാണ് കൊച്ചി നഗരത്തിലേക്ക് വന്നുകൂടുന്നത്. കുറച്ച് നാളുകളായിട്ട് നമുക്ക് ഈ കോവിഡിന് ശേഷം നമുക്കറിയാം ഈ ഡ്രഗ്സിനെതിരെ യാതൊരു നടപടിയും ഇല്ലാതെ പോയതിൻ്റെ അവസ്ഥയിലാണ് നമുക്ക് ഈ ഡ്രഗ്സ് ട്രാൻസിറ്റ് കണ്ടമാനമായി വന്നിട്ടുണ്ട്. എസ്പെഷ്യലി ഫോർട്ട് കൊച്ചി ബീച്ചിലേക്ക് ഇപ്പോൾ കുറേ കേസുകൾ ബീച്ചിൽ ഭാഗത്തും നമ്മുടെ ഫോർട്ട് കൊച്ചി ഭാഗത്തൊക്കെ പിടിക്കപ്പെടുന്നുണ്ട്. നൈറ്റ് പെട്രോളിംഗ് ശക്തിപ്പെടുത്തണം എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അതിൽ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം പോലീസ് നേരിടുന്നത് അത് നമ്മൾ മനസ്സിലാക്കണം. പോലീസിന് ഈ പറഞ്ഞ എല്ലായിടത്തും സർവൈലൻസിനുള്ള സൗകര്യങ്ങളില്ല. ഇപ്പം നമ്മുടെ ക്യാമറ, നമ്മൾ സ്മാർട്ട് സിറ്റിയുമായി ബന്ധപ്പെട്ടൊരു നല്ല നമ്പർ ക്യാമറ വരുന്നുണ്ട്. ഇപ്പോൾ ഹൈക്കോടതി വേസ്റ്റുമായി ബന്ധപ്പെട്ടൊരു വലിയ ഡ്രൈവിൽ ക്യാമറകൾ സ്ഥാപിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഈ ക്യാമറകളെല്ലാം പോലീസുമായിട്ട് കൂടി ചേർന്ന് വരുമ്പോൾ ഞങ്ങൾക്ക് അതിലൊരു വലിയ കമാൻഡ് കൺട്രോൾ സിസ്റ്റം ഉണ്ട് ഈ സ്മാർട്ട് സിറ്റി ഓഫീസിൽ. അതിലേക്ക് കണക്ട് ചെയ്ത് ഇപ്പോൾ റെസിഡൻസ് അസോസിയേഷൻ്റെ ക്യാമറകളെല്ലാം ഇതുമായി കണക്ട് ചെയ്യാൻ പറയുന്നുണ്ട്. ചില സ്ഥലത്ത് ക്യാമറകൾ നശിപ്പിക്കുന്നുണ്ട് ഇവർ, ആൻറ്റി സോഷ്യൽസ്. അപ്പോൾ ക്യാമറകൾ സ്ഥാപിക്കുക, റെസിഡൻസ് അസോസിയേഷൻ്റെ പങ്കാളിത്തം ഉറപ്പുവരുത്തുക എന്നൊക്കെ പറയുന്നത് പ്രധാനമാണ്.
ചില പെർട്ടിക്കുലർ ഏരിയയിലാണ് പോലീസ്. ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു പ്രത്യേക സ്ഥലത്ത്, ഞാൻ സ്ഥലം പറയുന്നില്ല, ഏറ്റവും കൂടുതൽ ആളുകൾ കൊച്ചിയിൽ തമ്പടിക്കുന്നൊരു സ്ഥലമാണ്. അപ്പം ഞാൻ പോലീസ് കമ്മീഷണറോട് അവിടുത്തെ ആളുകളുടെ പരാതി എനിക്ക് തന്നു. അവർ വീഡിയോ ഫുട്ടേജ് എടുത്ത് തന്നു, ഞാൻ അയച്ചു കൊടുത്തു. അവിടെ കോമ്പിങ് വർദ്ധിപ്പിച്ചു, കണ്ടിന്യൂ ചെയ്യണം കോമ്പിങ്. കുറേ പേരെ പിടിക്കുന്നുണ്ട്. എത്ര നാൾ ഇവർ ചെയ്യും? കാരണം നമ്മളിപ്പോൾ അദ്ദേഹം അതൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോഴാണ്. കാരണം അങ്ങനെ വന്നാൽ പിന്നെ പോലീസ് ഉദ്യോഗസ്ഥന്മാരെ നൈറ്റിൽ ഫുൾ ഇടുകയാണ്. അപ്പം നൈറ്റിൽ മുഴുവൻ ഇടുന്ന ആൾക്ക് പിന്നെ പിറ്റേ ദിവസം രാവിലെ പോയി വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല. അവരുടെ ജോലി നിങ്ങൾ ആലോചിച്ച് നോക്കി, അസാധാരണമായ ജോലി തിരക്കാണ് അവർക്കുള്ളത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഒരു സമൂഹം ഒന്നാകെ ഏറ്റെടുക്കാതെ പോലീസിനെ മാത്രം നമ്മൾ ആശ്രയിച്ചുകൊണ്ട്, എക്സൈസിനെ മാത്രം ആശ്രയിച്ചുകൊണ്ട് ഈ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയില്ല. അതുകൊണ്ട് നമ്മളെല്ലാം സ്വയം പോലീസായി മാറുക എന്ന് പറയുന്നൊരു സംവിധാനവും കൂടി ഇതിൽ പ്രധാനമാണ്. 5 സ്റ്റാർ ഹോട്ടലുകളിലെ ലഹരി പാർട്ടികളിൽ ലഭ്യമായിരുന്ന സിന്തറ്റിക് ഡ്രഗ്സ് ഇന്ന് സ്കൂൾ കുട്ടികളുടെ ഇടയിൽ പോലും വ്യാപകമാണ് എന്ന് ഈ മേഖലയിൽ പ്രവർത്തിക്കുന്നവർ പറയുന്നു. സംസ്ഥാനത്തെ 250 സ്കൂളുകൾ ലഹരി സംഘങ്ങൾ നോട്ടമിട്ടിരിക്കുന്ന പ്രശ്നബാധിത വിദ്യാലയങ്ങളാണെന്ന് എക്സൈസ് ഇന്റലിജൻസ് വകുപ്പിന്റെ റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നു. ലഹരി ഉപയോഗത്തിന്റെയും ലഹരി സംഘങ്ങളുമായുള്ള സമ്പർക്കത്തിന്റെയും അടിസ്ഥാനത്തിലാണ് പ്രശ്നസാധ്യത സ്കൂളുകളുടെ പട്ടിക എക്സൈസ് തയ്യാറാക്കിയത്. ഈ സ്കൂളുകളുടെ പരിസരങ്ങളിലും വിദ്യാർത്ഥികൾ വീട്ടിലേക്ക് പോകുന്ന വഴികളിലും ഇത്തരം സംഘങ്ങളുടെ സാന്നിധ്യമുണ്ടെന്നാണ് റിപ്പോർട്ട്. എറണാകുളം ജില്ലയിൽ 13ഓളം സ്കൂളുകളെയാണ് പ്രശ്നസാധ്യത സ്കൂളുകളുടെ പട്ടികയിൽ എക്സൈസ് വകുപ്പ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഓരോ ദിവസവും സോഷ്യൽ മീഡിയയിലൂടെ പരിചയപ്പെട്ട് പല ഇൻഫ്ലുവൻസിലും ചതിക്കുഴിയിലും പെട്ട് നഗരത്തിലേക്ക് വരുന്ന പെൺകുട്ടികളുടെ എണ്ണം ധാരാളമാണ്. അത് ഞങ്ങൾക്ക് കിട്ടുന്നത്, ഞങ്ങളുടെ ബീറ്റ് ഓഫീസേഴ്സും റോമിയോക്കാർക്കും കിട്ടുന്നത് വളരെ തുച്ഛം. കാരണം ചോദിക്കാൻ പറ്റുന്നില്ല. ചോദിച്ച് അങ്ങനെ കിട്ടുന്നത് ആണ് ഞങ്ങൾ പോലീസുകാരെ എടുത്ത് മാതാപിതാക്കളെ അറിയിച്ച് തിരിച്ചു കൊണ്ടുവരാനും കൗൺസിലിംഗ് കൊടുത്ത് ചിലവർക്ക് ഡി അഡിഷൻ കൊടുക്കേണ്ടതുണ്ടെങ്കിൽ അങ്ങനെ കൊടുക്കാനായിട്ടുള്ള സംവിധാനത്തിലോട്ട് വിടുന്നത്. വളരെ ഓരോ ദിവസവും നമ്മുടെ കണ്ണ് നനയിക്കുന്ന, കരൾ കീറുന്ന അനുഭവങ്ങളാണ് ഓരോ കുഞ്ഞുങ്ങളുടെയും ജീവിതം. കൊച്ചി നഗരത്തിലെ അധ്യാപകരും അവിടെ ജോലി ചെയ്യുന്ന നിയമപാലകരും പാരൻസും ഒക്കെ വളരെ ഭീതിയിലാണ് ഈ സമയത്ത് നിലനിൽക്കുന്നത്. കാരണം ഭൂരിഭാഗം കുട്ടികളും ഇതിന് അഡിക്റ്റായി എന്ന് തന്നെ നമുക്ക് പറയാം. ഭൂരിഭാഗം കുട്ടികൾ ഉപയോഗിക്കുന്നത് രാസലഹരികളാണ്. ഇന്ന് കാണുന്ന MDMA, സ്റ്റാമ്പ് പോലുള്ള ലഹരികൾ 12 മുതൽ 16 വയസ്സ് വരെയുള്ള കുട്ടികൾ വളരെ കൂടുതലായിട്ട് ഇത് ഉപയോഗിക്കുന്നുണ്ട്. ഈ സാധനങ്ങൾ കൊച്ചിയിലേക്ക് വളരെ സുലഭമായി കിട്ടുന്നു എന്നുള്ളതാണ്. നമ്മളുടെ കുമ്പളങ്ങി മട്ടാഞ്ചേരി പ്രദേശം എന്ന് പറയുന്നത് ആലപ്പുഴ അവിടുത്തെ ചെക്ക് പോസ്റ്റ് വഴിയും ഫോർട്ട് കൊച്ചി ചെക്ക് പോസ്റ്റ് വഴിയും ഈ സാധനങ്ങൾ ധാരാളം എത്തുന്നുണ്ട്. അപ്പം നമ്മൾ പുറത്ത് അന്വേഷിക്കുമ്പോൾ ഇത് ബാംഗ്ലൂർ നമുക്ക് കിട്ടുന്ന ഭാഗത്തു നിന്നാണ് നമ്മളുടെ ഇവിടേക്ക് വരുന്നതെന്നാണ് പറയുന്നത്. അത് കുട്ടികളിൽ നിന്ന് നമുക്ക് ആദ്യമൊന്നും മനസ്സിലാക്കാൻ സാധിക്കില്ല. ക്ലാസ്സിലിരിക്കുമ്പോൾ സ്ഥിരമായിട്ട് ക്ലാസ്സിൽ ശ്രദ്ധിക്കാതിരിക്കുക, ഈ ഉറക്കം നടിക്കുക, ഉറങ്ങിക്കളയുക, അതുപോലെ അധ്യാപകരോട് പഴയ രീതിയിലല്ല സംസാരിക്കുന്നത്, പെട്ടെന്ന് ദേഷ്യപ്പെടുന്നു. ഇനി വീടുകളിലാണെങ്കിലും കുട്ടികൾക്ക് നല്ല മാറ്റങ്ങളുണ്ട്. ഭക്ഷണം കഴിക്കാണ്ടാവുക, പാരൻസിൻ്റെ അടുത്ത് നിന്ന് പൈസ കളവ് പോകുക, ഇങ്ങനെയുള്ള ലക്ഷണങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് കാണുമ്പോഴാണ് നമ്മൾ ഈ കുട്ടീനെ നിരീക്ഷിക്കുകയും അവരെ കൃത്യമായിട്ട് ഇങ്ങനെയാണ് എന്ന് പാരൻസിനെ അറിയിക്കുകയും ചെയ്യുന്നത്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ ഒരു സ്കൂളിൻ്റെ ഒരു മാനേജർ ഒരു കാര്യം പറയുകയുണ്ടായി. സ്കൂൾ ക്യാമ്പസിലേക്ക് യൂണിഫോം അണിഞ്ഞ പുറമേ നിന്നുള്ള ആൾക്കാർ വരികയാണ്, ആരും ശ്രദ്ധിക്കൂല. എന്നിട്ട് അവർ വന്നിട്ട് ഈ പരിപാടി കഴിഞ്ഞിട്ട് ഇവർ തിരിച്ചു പോകാൻ പ്രശ്നം. തിരിച്ചു പോകുമ്പോൾ യൂണിഫോം എടുത്തൊരു കുട്ടിയെ സ്കൂളിൽ നിന്ന് പുറത്തേക്ക് വിടില്ല, ഗേറ്റിൽ നിന്ന് പുറത്തേക്ക് വിടില്ല. അതിന് ഇവർ ബാത്റൂമിൽ കയറി ഡ്രസ്സ് മാറിയിട്ട് സാധാരണ ഡ്രസ്സ് ആകുമ്പോൾ ആരും ശ്രദ്ധിക്കില്ല. അപ്പം അങ്ങനെ വരെ ഇതിൻ്റെ വ്യാപനം കുട്ടികളിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. വിദ്യാർത്ഥികളെ ഇതിലേക്ക് അഡിക്റ്റ് ആക്കാൻ, ഇതിനെ കൊടുത്ത് ശീലിപ്പിക്കുന്ന ഒരു മാഫിയ വളർന്നു വരുന്നു എന്നാണ് ഇപ്പോൾ നമുക്ക് പിടികിട്ടിക്കൊണ്ടിരിക്കുന്നത്. കാരണം പല കേസുകളും, മയക്ക് വരുന്ന കേസുകളിൽ നമ്മളിപ്പം ഞാൻ ഈ ഫോർട്ട് കൊച്ചി സർക്കിൾ അല്ലെങ്കിൽ കൊച്ചി സർക്കിളിൻ്റെ ഒരു കണക്കെടുത്ത് കഴിഞ്ഞാൽ നമ്മൾ ഈ മട്ടാഞ്ചേരി, ഞാറക്കൽ 2 റേഞ്ച് ഓഫീസറാണ് നമ്മുടെ കീഴിലുള്ളത്. അപ്പോൾ ഈ താലൂക്കിലെടുത്ത ഈ വർഷം ഏകദേശം 80ഓളം മയക്ക് വരുന്ന കേസ് നമ്മൾ എടുത്തിട്ടുണ്ട് ഈ വർഷം മാത്രം. അപ്പോൾ ആ കേസുകളിൽ ഒരു 70% കൂടുതൽ പ്രതികൾ 20 വയസ്സ് താഴെയുള്ള ആൾക്കാരാണ്. അതായത് യുവജനങ്ങൾക്കിടയിൽ ഈ മയക്ക് വരുന്നു കൂടി വരുന്നു എന്ന് തന്നെയാണ് നമ്മുടെ ഈ എക്സ്പീരിയൻസ് നമുക്ക് പിടികിട്ടുന്നത്. അതിന് ഇത് പല ആൾക്കാരും പുറമേ നിന്നുള്ള മയക്കുമരുന്ന് ലോബിയായ ആൾക്കാർ ഇത്തരം കുട്ടികളെ കൂടുതൽ ടാർഗറ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ ഇത്തരം കുട്ടികൾക്ക് മയക്കുമരുന്ന് കൊടുത്ത് അവരെ ഒരു കാരിയറായിട്ടോ അല്ലെങ്കിൽ ഉപയോഗിക്കുന്ന ഒരു കസ്റ്റമറാക്കിയോ മാറ്റിയെടുക്കുന്ന ഒരു പ്രവണത പൊതുവെ കണ്ടുവരുന്നുണ്ട്.
എനിക്ക് തോന്നുന്നു ഈ കുട്ടികളെ ചെറുപ്പത്തിലെ ഈ മയക്കുമരുന്ന് കൊടുത്ത് ശീലിപ്പിച്ചാൽ ഒരു വളരെ കാലത്തേക്ക് അവർക്കൊരു കസ്റ്റമേഴ്സിനെ കിട്ടും എന്നുള്ള ഒരു കണക്കൂട്ടലായിരിക്കാം. മാസ്ക് ഇത് അവരുടെ ഒരു മറയാണ്. അതായത് ഈ മയക്കുമരുന്ന്, ഈ ലഹരി ഉപയോഗിക്കുന്ന വ്യക്തികൾ അല്ലെങ്കിൽ ഈ സിഗരറ്റ് വലിക്കുന്ന കുട്ടികൾ സാധാരണ രീതിയിൽ അവർ മെൻഡോസ്, അമൃതാഞ്ജൻ, പിന്നെ വിക്സ് തുടങ്ങിയ സാധനങ്ങൾ ഉപയോഗിക്കും. അപ്പം നമുക്ക് ഈ കുട്ടികൾ ഇങ്ങനെ ഉപയോഗിക്കുന്നു എന്നുള്ള കുട്ടികളെ നമ്മൾ ഈ മെൻഡോസിൻ്റെ മണം, വിക്സ് ഗുളികയുടെ മണം ഒക്കെ കാണുമ്പോൾ ഇവരിത് ഉപയോഗിച്ചത് നമുക്ക് മനസ്സിലാകും. പക്ഷേ ഇത് പിന്നെ ഈ മാസ്ക് ഉപയോഗിക്കുന്നതുകൊണ്ട് അതിൻ്റെ സ്മെല്ല് നമുക്ക് മനസ്സിലാകുന്നില്ല. അപ്പോൾ അങ്ങനെയുള്ള ഈ കൊറോണയ്ക്ക് ശേഷമുള്ള ഒരു ഫീച്ചറാണിതൊക്കെ. പഞ്ചാബിലെ അമൃത്സർ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ലഹരി ഉപയോഗിക്കുന്ന സ്ഥലമായി ഇന്ത്യയിൽ കണ്ടെത്തിയിട്ടുള്ളത് കൊച്ചിയാണ്. ഇപ്പോൾ ഹൈസ്കൂൾ വിദ്യാർത്ഥികളിൽ 10ൽ 2 പേരെങ്കിലും ലഹരി ഉപയോഗിക്കുന്നതിലേക്ക് നീങ്ങുന്നു എന്നാണ് റിപ്പോർട്ടുകൾ കാണിക്കുന്നത്. 1990കളിലൊക്കെ പഞ്ചാബിനെയാണ് ഈ പാകിസ്ഥാൻ തകർത്തു എന്നാണ് പറയുന്നത്. അപ്പോൾ അതിൻ്റെ നിജസ്ഥിതി നമുക്കറിയാൻ പാടില്ല. പഞ്ചാബായിരുന്നു ഏറ്റവും തലയെടുപ്പുണ്ടായിരുന്ന ഇന്ത്യയിലെ സംസ്ഥാനം. തലയെടുപ്പുള്ള വ്യക്തികളും പഞ്ചാബീസായിരുന്നു. ആ തലമുറയെ തകർക്കാൻ വേണ്ടിയിട്ടാണ് ലഹരി പദാർത്ഥങ്ങൾ വ്യാപകമായി കൊണ്ടുവന്നത്. ഇന്ന് പഞ്ചാബിലെ സ്ഥിതി ആൺകുട്ടികളിൽ 10ൽ 7 പേരും പെൺകുട്ടികളിൽ 10ൽ 6 പേരും ലഹരി ഉപയോഗിക്കുകയാണ്. പുതിയ തലമുറ മുഴുവൻ ലഹരിക്ക് അടിമയായിട്ടൊരു പാഴ്ജന്മങ്ങളെ പോലെ വീടുകളിൽ തന്നെയുണ്ട്. ഒരിക്കലും തിരിച്ചു വരാനാവാത്ത വിധം പഞ്ചാബ് ലഹരിക്ക് അടിമപ്പെട്ടു. അതിൻ്റെ ഒരു തനിയാവർത്തനം കേരളത്തിൽ നടക്കുന്നതായിട്ടാണ് നമ്മളിപ്പോൾ മനസ്സിലാക്കുന്നത്. പിന്നെ പ്രൗഢമായി നിൽക്കുന്ന ബൗദ്ധിക നിലവാരമുള്ള ഒരു ജനത കേരള ജനതയാണ്. അപ്പോൾ ആ കേരള ജനതയെ തകർക്കാനുള്ള ബോധപൂർവമായ ശ്രമം ചെറുപ്പത്തിലെ പിടികൂടുക എന്നുള്ളത് കൊണ്ട് തന്നെ കുട്ടികളിലേക്കാണ് ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്നത്. പണ്ടൊക്കെ 300 കുടുംബങ്ങൾ നമ്മുടെ പ്രദേശത്തെടുത്ത് അതിനകത്ത് ഒരാളെ മദ്യപിച്ചിരിക്കുന്നു അല്ലെങ്കിൽ ലഹരിക്ക് അടിമപ്പെട്ടിരുന്നെങ്കിൽ ഇന്ന് 10 കുടുംബം നമ്മുടെ ചുറ്റുപാടെടുത്താൽ അതിനകത്തൊരു കുടുംബത്തിൽ ലഹരി ബാധിച്ചൊരു കുട്ടിയുണ്ട്. ഇതിൻ്റെ ഒരു അപകടം എന്ന് വെച്ചാൽ നമ്മൾ ഒരു കുടുംബത്തെ നശിപ്പിക്കാൻ ഒരു കുട്ടിയെ നശിപ്പിച്ചാൽ മതി. അതോടുകൂടി ആ കുടുംബത്തിൻ്റെ സ്വസ്ഥത, സമാധാനം, ശാന്തി, സന്തോഷം എല്ലാം പോകും. അവൻ നിരന്തരമായിട്ട് ഇതിൽ നമുക്ക് തിരിച്ചു കൊണ്ടുവരിക അത്ര എളുപ്പവുമല്ല. അപ്പോൾ ആ കുടുംബം ആ വേദന തിന്ന് തൊട്ടടുത്ത കുടുംബങ്ങളിലേക്ക് അത് സ്പ്രെഡ് ചെയ്ത് അവർ അവിടുന്ന് വിറ്റുപേക്ഷിച്ച് പോകേണ്ട സ്ഥിതിവിശേഷമാണ് വ്യാപകമായിട്ടുള്ളത്. കുടുംബം മാത്രമല്ല, അവൻ ഉൾപ്പെടുന്ന ആ പ്രദേശം, നാട്, രാജ്യം ഒക്കെ ലഹരി വിപത്തിൻ്റെ ഭയാനകമായ അവസ്ഥയിലേക്ക് നീങ്ങുകയാണ്. അപ്പോൾ ഇങ്ങനെ ചെക്കിങ് നടത്തുമ്പോൾ കുട്ടികളുടെ ബാഗിനുള്ളിൽ നിന്നാണ് ഇത് കിട്ടാറുള്ളത്. ഇപ്പോൾ ബാഗ് ചെക്ക് ചെയ്യുന്നു എന്ന് ഇവർക്ക് മനസ്സിലായി കഴിഞ്ഞ് ഇവർ മൊബൈലിൻ്റെ ഉള്ളിൽ വയ്ക്കാറുണ്ട്. മൊബൈൽ നമ്മൾ ഉപയോഗിക്കുന്നില്ല എന്ന് മനസ്സിലായി കഴിയുമ്പോൾ മൊബൈൽ ഇപ്പോൾ നമ്മൾ ക്ലാസ്സുകളിൽ രാവിലെ തന്നെ സ്റ്റാഫ് റൂമിൽ വാങ്ങിച്ചു വയ്ക്കുന്നു. അപ്പോൾ അവർ വേറെ ഏതെങ്കിലും രീതിയിൽ, അതായത് ബാത്റൂമിൻ്റെ മുകളിൽ, ബാത്റൂമിൻ്റെ ഗ്രില്ലിൻ്റെ സൈഡിലൊക്കെയാണ് ഈ സാധനങ്ങൾ ഒളിപ്പിച്ച് വയ്ക്കുന്നത്. നമ്മളിപ്പോൾ കുറേ ദിവസങ്ങളായിട്ട് ടോയ്ലറ്റിൻ്റെ ഉള്ളിൽ വരെയും ടീച്ചേഴ്സ് ചെന്ന് നോക്കി എന്തൊക്കെയാണ് അവിടെ നടക്കുന്നത്. അല്ലെങ്കിൽ അവർ ടോയ്ലറ്റിൽ പോകുമ്പോൾ ഞങ്ങൾ ലേഡി ടീച്ചേഴ്സ് ആണെങ്കിലും അവരുടെ അടുത്തേക്ക് പോയി ഞങ്ങൾ അവരെ ടെസ്റ്റ് ചെയ്യുകയാണ്. സാറ് വിദ്യാർത്ഥികളുടെ ഇടയിൽ ഒത്തിരി പ്രവർത്തിക്കുന്നുണ്ട്, ഒത്തിരി സ്കൂളുകളിൽ ചെന്ന് ലഹരി ബോധവൽക്കരണ ക്ലാസ്സുകളൊക്കെ നയിക്കുന്നുണ്ട്. ഈ ഒരു കാലഘട്ടത്തിൽ പ്രത്യേകിച്ച് നമ്മുടെ കുട്ടികളുടെ ചുറ്റും ഒരു കഴുകൻ കണ്ണുകളുമായി എന്ന് തന്നെ നമുക്ക് വിശേഷിപ്പിക്കാം ലഹരി മാഫിയുണ്ട്. കുട്ടികൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? നല്ലതല്ല എന്ന് നമുക്ക് തിരിച്ചറിവുള്ള കാര്യം നോ എന്ന് പറയാൻ കുട്ടികളെ പഠിപ്പിക്കുക എന്നുള്ളതാണ്. അത് വീടുകളിലും സ്കൂളുകളിലും നമ്മുടെ സംവിധാനങ്ങളും വിശ്വാസ പരിശീലന കേന്ദ്രങ്ങളിലും എല്ലാം ഇത് കണ്ടിന്യൂസ് ആയിട്ട് കൊടുക്കേണ്ട ഒരു ശക്തിയാണ്. ഒരു അപ്രകാരം സമൂഹത്തിൽ നിലനിൽക്കുന്ന ഒരു തിന്മയുടെ ചതിക്കുഴികളെക്കുറിച്ച് നമ്മളുടെ വളരുന്ന തലമുറ ഓരോ സമയത്തും അവെയർ ആവണം എന്നുള്ള. ഒപ്പം അവരുടെ ഉള്ളിലുള്ള നന്മയുടെ സാധ്യതകൾ, സ്പോർട്സ് നല്ലൊരു മാർഗമാണ്. കഴിവുകൾ, നല്ല കലാപരമായിട്ടുള്ള കായികപരമായിട്ടുള്ള പലതരത്തിലുള്ള കഴിവുകൾ, ഇതെല്ലാം അവർക്ക് വിനിയോഗിക്കാൻ, അതിൽ വളരാനായിട്ടുള്ള സാധ്യതകൾ നമ്മൾ ഇട്ടുകൊടുത്താൽ കുട്ടികൾക്ക് അവരുടെ അറ്റൻഷൻ തെറ്റിലോട്ട് പോവാതെ നന്മയിലോട്ട് വരാൻ, അവരുടെ ഊർജം നന്മയിലേക്ക് ഉപയോഗിക്കാനായിട്ട് അവർക്ക് സാധിക്കും. അത് നമ്മൾക്ക് മാത്രമേ അവർക്കത് പ്രൊവൈഡ് ചെയ്ത് കൊടുക്കാൻ പറ്റുള്ളൂ. കുട്ടികൾക്ക് സ്വയം അത് കണ്ടെത്താൻ നമ്മുടെ തുറസായ സ്ഥലങ്ങളും സ്കൂൾ ഗ്രൗണ്ടുകളും പള്ളിപ്പറമ്പുകളും എല്ലാം ഇപ്രകാരം കുട്ടികൾക്ക് വന്ന് കളിക്കാനും അവർക്ക് ഒരുമിച്ച് വരാനുമായിട്ടുള്ള സാഹചര്യങ്ങൾ ഒരുക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഒരു MDMA പോലുള്ള ലഹരിക്ക് 1 ഗ്രാമിന് 2000 മുതൽ 7000 രൂപ വരെ വിലയുണ്ട്. അപ്പോൾ അത് ഒരു ദിവസം കിട്ടിയില്ലെങ്കിൽ നമുക്ക് ഭ്രാന്ത് പോലെയായിരിക്കും. അപ്പോൾ അത് കിട്ടാൻ വേണ്ടി 2000 രൂപയെങ്കിലും മിനിമം വേണമല്ലോ. അപ്പോൾ നമ്മളത് വിൽക്കുന്ന ആളായിട്ട് മാറും. അപ്പോൾ ഒരു സ്ഥലത്ത് നിന്ന് ഒരു സ്ഥലത്ത് എത്തിക്കാൻ ഏതാണ്ട് 2000 രൂപ മുതൽ 2 ലക്ഷം രൂപ വരെ കൊടുക്കുന്ന ഏജൻസികളുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ട് ലഹരി ഉപയോഗിക്കുന്ന ആളുകൾ പണം കണ്ടെത്താനായിട്ട്
വീണ്ടും ലഹരി വാഹകരായിട്ട് ലഹരി കൊടുക്കുന്നവരായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. ലഹരിക്ക് അടിമപ്പെട്ട് സ്വന്തം ജീവിതവും ഭാവിയും നശിപ്പിച്ച നിരവധി പേരുടെ ദുരന്ത കഥകളാണ് ഷെക്കേന ന്യൂസുമായി ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന അധ്യാപകരും സാമൂഹ്യ പ്രവർത്തകരും പങ്കുവച്ചത്. ഒത്തിരി ജീവിതങ്ങളെ ഞാൻ ഓരോ ദിവസവും കാണുന്നുണ്ട്. ഞാൻ കഴിഞ്ഞ കുറച്ച് ദിവസം മുമ്പ് ഞാൻ കണ്ട ഒരു IASന് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരുന്ന ഒരു കുട്ടി 9ാം ക്ലാസ്സിലാണ്. പക്ഷേ സ്ക്രീൻ അഡിക്ഷൻ ഉണ്ടായിരുന്നു. സോഷ്യൽ മീഡിയയിലൂടെ അക്കൗണ്ടിലൂടെ പരിചയപ്പെട്ട ഒരു വ്യക്തിയുമായിട്ടുള്ള ബന്ധം അതങ്ങനെ വന്നു. അങ്ങനെ സ്ക്രീൻ അഡിക്ഷനിലൂടെ ഒരു സോഷ്യൽ മീഡിയയിലൂടെ പരിചയപ്പെട്ട ഒരു വ്യക്തി ആ വ്യക്തിയുമായിട്ട് പരിചയപ്പെട്ട് കഴിഞ്ഞ് ഒരു തെറ്റായ മേഖലയിലോട്ട് പോയപ്പോൾ അത് ഇപ്രകാരമുള്ള പല രീതികളിലോട്ടും പോയി പോക്സോ കേസായി. ആ കുട്ടി ഇന്ന് ജീവിക്കുന്നത് ആ കുട്ടിയുടെ വീട്ടിലല്ല, മറ്റൊരു ഇടത്തിലാണ്, സുരക്ഷിതമായ മറ്റൊരു ഇടത്തിലേക്ക് അതിനെ താമസിപ്പിക്കേണ്ട അവസ്ഥ നമ്മുടെ സംവിധാനങ്ങൾക്ക് വന്നു എന്നുള്ളതാണ്. വളരെ ടാലൻറ്റഡ് ആയിട്ടുള്ള നല്ല ഒരു കുഞ്ഞാണ് ഇപ്രകാരം പോയത്. ആ കുഞ്ഞ് അറിയാതെ ആ പ്രായത്തിൻ്റെ പ്രത്യേകതയിൽ തളർന്നു പോയതാണ്. ഓരോ ദിവസവും നമ്പർ നോക്കിയാൽ നമുക്ക് അത്രക്കധികമാണ്. ഓരോ കേസും പ്രധാനം. പല കുട്ടികളും അവർ ഇപ്രകാരം കാരിയറാണ്, ഹോൾസെയിൽ ഡീലറാണ്, അപ്രകാരം പോകുന്നത് പല മാതാപിതാക്കൾക്കും അവർ അറസ്റ്റ് ചെയ്യപ്പെട്ട് ജയിലിലാവുമ്പോഴാണ് തിരിച്ചറിയുന്നത്. എനിക്കറിയാം, വളരെ ദുഃഖത്തോടുകൂടി ഞാൻ ഈ അടുത്ത ദിവസങ്ങളിൽ അനുഭവിച്ചതാണ്. എൻ്റെ ഒരു ബന്ധത്തിൽപ്പെട്ട ഒരു സ്ത്രീ എന്നോട് പറഞ്ഞു, മാഷേ എൻ്റെ കൊച്ചുമകനെ ചെപ്പിക്കിട്ട് അടിച്ചു. എന്തിനാ ഇങ്ങനെ അടിക്കുന്ന കാര്യം? അല്ല, അവൻ കാശ് ചോദിച്ചു. നമ്മുടെ കാശുണ്ടല്ലോ, കൊടുത്തു. അത് കൊടുത്താൽ അവൻ പോകുന്ന മയക്കുമരുന്ന് കേന്ദ്രത്തിലേക്കാണ്. അവൻ ഞങ്ങൾ കാറൊക്കെ കൊണ്ട് വിടുക. അറിയപ്പെടുന്ന ഒരു ഫാമിലി ഇവിടെ ഉള്ളവർ. ഞാൻ ഹസ്ബൻഡും വൈഫും കൂടി എൻ്റെ അടുത്ത് വന്നു. പിന്നെ ഞാനത് എൻ്റെതായ വിധത്തിൽ ഞാൻ അവരെ ഒരു തൊടുപുഴയുള്ള ഒരു കേന്ദ്രത്തിലേക്ക് പറഞ്ഞയച്ചു. ഇപ്പോഴും ആ കുട്ടി അതിൽ നിന്ന് രക്ഷപ്പെട്ടോ എന്ന് എനിക്കറിയത്തില്ല. അപ്പം ഇത്ര ഒരു സാഹചര്യമുണ്ട് ഇവിടെ. അത് എങ്ങനെ? അതിൻ്റെ അകത്ത് മതമോ രാഷ്ട്രീയമൊന്നുമല്ല, അതിനപ്പുറത്ത് ഒരു മാനുഷിക സമീപനം ഇതിൻ്റെ അകത്തുണ്ടാക്കാൻ ഉള്ള ഒരു ശ്രദ്ധ, ഒരു പ്രവർത്തനം ഉണ്ടാവണം. തീർച്ചയായും ലഹരി എന്ന് പറയുന്നത് ഏറ്റവും വലിയ വിപത്താണ്. ഒരു കാരണവശാലും അത്തരം ഒരു വിപത്തിലേക്ക് നമ്മൾ ചെന്ന് ചാടാതിരിക്കുക എന്നുള്ളതാണ്. കാരണം ഇതിലേക്ക് ഒരു തവണ വീണ് കഴിഞ്ഞാൽ തിരിച്ച് വരവ് വളരെ പ്രയാസമാണ്. നമ്മുടെ പല സമൂഹത്തിലെ എല്ലാവരും കൂടെ ചേർന്ന് ഒരുമിച്ച് പ്രവർത്തിച്ചാൽ മാത്രമേ അയാളെ പഴയ ഒരു അവസ്ഥയിലേക്ക് കൊണ്ടുവരാൻ കഴിയൂ. ഒരു എക്സൈസിലെ ഉദ്യോഗസ്ഥരുടെ നിലയിൽ ഇത്തരം ലഹരിയിലേക്ക് വീണ പല പ്രായം കുറഞ്ഞ വളരെ ചെറുപ്പക്കാരായ ആൾക്കാരുടെയൊക്കെ ജീവിതം നശിക്കുന്ന ഒരു അവസ്ഥ നേരിട്ട് കണ്ടിട്ടുണ്ട്. അപ്പോൾ അത് ആ ഒരു അനുഭവം വെച്ച് ഒരിക്കലും നിങ്ങളൊരു മറ്റൊരാളുടെയും പ്രേരണയ്ക്കോ വഴങ്ങി ഒരിക്കലും ഒരു തവണ പോലും മയക്കുമരുന്ന് ഉപയോഗിക്കാതിരിക്കുക എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. നമ്മൾ സ്വയം തീരുമാനിച്ചു കഴിഞ്ഞാൽ ഇല്ലാതാക്കാവുന്ന ഒരു വിപത്ത് മാത്രമേ ഉള്ളത്. നമ്മൾ ഉപയോഗിച്ച് അടിമയാകും. നമ്മൾ അത്തരത്തിൽ വൾണറബിളായ ഒരു പേഴ്സണാണ് എന്നൊരു ചിന്തയുണ്ടെങ്കിൽ മാത്രമാണ് നമ്മളെ മറ്റുള്ളവർക്ക് ഉപയോഗിക്കാൻ കഴിയത്തുള്ളൂ, ഇതിലേക്ക് കൊണ്ടുവരാൻ കഴിയത്തുള്ളൂ. അതുകൊണ്ട് സ്വയം നമ്മൾ മാനസികമായിട്ട് ശക്തരാകുക. ഒരിക്കലും ലഹരിയുടെ ആപത്തുകളും ലഹരി ഉണ്ടാക്കുന്ന വിപത്തുകളും തിരിച്ചറിയുക. ഒരിക്കലും ഒരു തമാശയ്ക്ക് വേണ്ടി പോലെയോ അല്ലെങ്കിൽ ഒരു കൗതുകത്തിന് വേണ്ടി പോലുമോ ഒരു തവണ പോലും ജീവിതത്തിൽ മയക്കുമരുന്ന് ഉപയോഗിക്കാതിരിക്കുക. പഠനത്തിനേക്കാൾ കൂടുതൽ നമുക്ക് ഏറ്റവും പ്രാധാന്യം കൊടുക്കേണ്ടത് ലഹരി വിമുക്തമായ ഒരു തലമുറയെ വാർത്തെടുക്കുകയാണ്. കാരണം അക്കാഡമിക് ലെവലിൽ നമ്മൾ നോക്കിയിട്ട് കാര്യമില്ല. ബുദ്ധിയില്ലാത്ത ഒരു ബ്രെയിൻ ലെസ് ആയിട്ടുള്ള ഒരു തലമുറയെ നമുക്ക് വേണ്ടത് ജീവനും ഓജസ്സും ഉള്ള ഒരു കുട്ടികളെയാണ്. അപ്പോൾ അങ്ങനെയുള്ള കുട്ടികളെ കിട്ടണമെങ്കിൽ യൂഷ്വലി നമ്മൾ ആദ്യം ആ ലഹരി വിമുക്തമാക്കണം തലമുറയെ. എനിക്ക് ഇതുമായി ബന്ധപ്പെട്ട് ഉള്ള സന്ദേശം എന്ന് പറയുന്നത് നമ്മളെല്ലാവരും ജാഗ്രതയായിരിക്കുക എന്നുള്ളത്. നമ്മൾ ഓരോരുത്തരും അലർട്ടായിരിക്കുക, ഓരോ കുടുംബവും. ഇപ്പം ഞാൻ തന്നെ, എനിക്ക് 2 മക്കളുണ്ട്. ഞാൻ അവർ കുഴപ്പമില്ല നല്ലവരാണെന്നും പറഞ്ഞിരുന്നാൽ ചിലപ്പോൾ അത് ഉണ്ടാവും. അപ്പോൾ ഞാൻ ഉൾപ്പെടെ പൊതുസമൂഹം, നമ്മുടെ സ്വന്തം കുടുംബം ഉൾപ്പെടെ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്കിത് പൂർണ്ണമായിട്ട് ഇല്ലാതാക്കാൻ കഴിയുമെന്നുള്ളതാണ് ഞാൻ വിശ്വസിക്കുന്നത്. പാടുന്ന കുട്ടികളുണ്ട്, സാമൂഹ്യ പ്രവർത്തനത്തിൽ പങ്കെടുക്കുന്നവരുണ്ട്, സ്പോർട്സിൽ മിടുക്കന്മാരായിട്ടുള്ള ആളുകളുണ്ട്. അപ്പോൾ പ്രശ്നം നമ്മൾ മറ്റെന്തെങ്കിലും ഒരു ലഹരി ഉണ്ടാവുക എന്നുള്ളതാണ്. ഈ ലഹരിക്ക് പകരം അത് കുട്ടികളെ നമ്മൾ അതിൽ അവരെ ചാല് തിരിച്ച് വിട്ടാൽ അവരിങ്ങനൊരു ടെൻഡൻസിയിലേക്ക് വരില്ല. ഇത് വെറും ഒരു പ്രോഗ്രാമായി അവസാനിക്കുവാനല്ല ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. രാജ്യത്തിന്റെ ഭാവി വാഗ്ദാനങ്ങളെ തകർക്കുന്ന ലഹരി ഭീകരതയ്ക്കെതിരെയുള്ള ഉണർത്ത് പാട്ടായി ഇത് മാറണം. ജാതി മത വർഗഭേദമന്യേ നമുക്ക് കൈകോർക്കാം നമ്മുടെ യുവതലമുറയെ തകർക്കുന്ന ലഹരി മാഫിയക്കെതിരെ.
ലഹരി മാഫിയയുടെ സ്വന്തം കേരളത്തെ ദൈവത്തിന്റെ സ്വന്തം നാടാക്കി മാറ്റുവാനുള്ള ഷെക്കേന ന്യൂസിന്റെ പോരാട്ടം തുടരുകയാണ്.